കർത്താവേ, അവര് വന്നോ? ജോയലി, യു ലുക്ക് സോ ഹാൻസം ടുഡേ. ഐ റിയലി മിസ്ഡ് യു ഡാ. നിനക്കും എന്നെ മിസ് ചെയ്ത് കാണുമല്ലേ? എനിക്കറിയാം. എടാ, ഈ കുരിശ് നേരത്തെ വന്നു. കുരിശെന്നൊക്കെ പറയാതടാ. ആ കൊച്ചു നിന്നെ മിസ് ചെയ്യുന്നെന്ന് പറയുന്ന കേട്ടില്ലേ? നോക്കടാ ആ കൊച്ചിന്റെ കണ്ണിലെ സ്നേഹം. മണ്ണാ കട്ട. എന്തോന്നാടാ ആദമേ, നീ എന്നെ കളിയാക്കുന്നു. അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നീ അങ്ങ് എടുത്തു, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താ ജോയലി ഒരു രഹസ്യം? ഒന്നുമില്ല കൊച്ചേ. ഫസ്റ്റ് ഡേ തന്നെ എന്റെ മൂഡ് കളയാതെ ഒന്ന് പോവൂ. നിങ്ങൾ എന്തോ നോക്കി നിക്കുവാടാ. വാ, നമുക്ക് പോവാം. ജോയലേ, ഒന്നങ്ങോട്ട് മാറി നിക്കുവെണ്ണേ. അവൾ എന്താടി ഇങ്ങനെ? നേരത്തെ കണ്ട ആളെ അല്ലല്ലോ ഇപ്പോ. കായ് റയാന ചേച്ചിയുടെ പുറകെ നടക്കുന്ന പോലെ ഇവള് ജോയൽ ചേട്ടായുടെ പുറകെയാ. അതാ ഇങ്ങനെ. ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. പാവം ജോയലേട്ടായി. ഇതിലും വലുതിനി എന്ത് വരാനാ? ഈ ആമയുടെ ഓഡീഷൻ രാവിലെ അല്ലേ? വാ, നമുക്ക് പോവാം. രാവിലെയാണോ ഓഡീഷൻ? ആടി, രാവിലെ മ്യൂസിക് ക്ലബിന്റെയും ഉച്ച കഴിഞ്ഞ് ഡാൻസ് ക്ലബിന്റെയും. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നില്ലേടി? ചിലപ്പോ ഓഡീഷൻ തുടങ്ങിക്കാണും. വാ, നമുക്ക് വേഗം പോയി ആമയോട് പറയാം. ആടി, പോവാ. ആമി, ആ നിങ്ങള് വന്നോ? എന്തായിരുന്നടി അവിടെ ബഹളം? അത് ഡ്രാഗൺസിലെ ചേട്ടന്മാര് വന്നതിന്റെ ബഹളമായിരുന്നു. അവര് വന്നതിന്റെ ആയിരുന്നു ഇത്രയും ബഹളം. കൊറേ ദിവസത്തിന് ശേഷം കാണുന്നതല്ലേ, അവരുടെ ഫാൻസിന് പിന്നെ ആവേശം കാണാതിരിക്കോ? സംസാരിച്ച് നിൽക്കാൻ സമയമില്ലടി. വാ, ഓഡീഷൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഓഡീഷൻ രാവിലെ ആണോ? ഞങ്ങളുടെ അല്ലടി, നിന്റെയാ. ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞ. ഒന്ന് വേഗം വാ എന്റെ ആമി, എനിക്ക് നിന്റെ പാട്ട് കേൾക്കാൻ കൊത്തിയായി. ഓ, ദാ വരുന്നു മേഡം. വാ, നമുക്ക് പോവാം. ഡി, ജോയൽ എന്തു പറഞ്ഞു? എന്തോ പറയാൻ, എപ്പോഴും പറയുന്ന പോലെ മാറി നിൽക്കാൻ പറഞ്ഞു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ അവന്റെ പിറകെ നടന്ന സമയം കളയുന്നേ? നിനക്ക് വേറെ ആരെയും നോക്കിക്കൂടെ? ജെന്നി, പ്ലീസ്. ഇതിന്റെ മറുപടി ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ. എനിക്ക് ജോയലിനെ വേണം. അത് ഞാൻ നേടിയിരിക്കും. ലിൻഡി ഈ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടേ ഉള്ളൂ. ഇവിടെയും അതങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നീ എന്താന്ന് വെച്ചാ അയക്കോ. നീ എന്ത് തീരുമാനിച്ചാലും നിന്റെ കൂടെ ഞാൻ കാണും. അതെനിക്കറിയാടി. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അവളാ. നേരത്തെ കണ്ടവള് ജോയല് വന്നിട്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ അവളെ. നമ്മളെ എതിർത്ത അവളുടെ അഹങ്കാരം നമുക്ക് തീർത്തു കൊടുക്കണം. പിന്നെ വേണ്ടേ? റയാന ചേച്ചി, ഇവിടെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തോ ചേച്ചി? ഏയ് ഇല്ലടാ, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എടാ, നീ ഓഡിഷന് വന്നതാണോ? ഞാനല്ല ചേച്ചി, ദേ ഇവക്ക് വേണ്ടിയാ. പേര് രജിസ്റ്റർ ചെയ്തായിരുന്നോടാ? ഇല്ലെങ്കിൽ ഓഡിഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ. ചെയ്തായിരുന്നു ചേച്ചി. എങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടിരുന്നോ, ഇപ്പൊ തുടങ്ങും കേട്ടോ. എടാ, നമ്മള് വന്നിട്ട് ഇത്ര നേരമായിട്ട് അവന്മാരെ കണ്ടില്ലല്ലോ. കായും ഗ്യാങ്ങും ആണോടാ? അവന്മാര് നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവന്മാരെ ശരിക്കൊന്ന് കാണണ്ടേടാ ജോയലെ. പിന്നെ വേണ്ടേടാ. എന്തായാലും ഇന്നിപ്പോ ഒരു പ്രശ്നത്തിന് നിക്കണ്ട. ഇവിടെ ഓഡീഷൻ ഒക്കെ നടക്കുമല്ലേ, അതിനെ പറ്റിയൊക്കെ നമുക്ക് നാളെ നോക്കാം. ഞാൻ ഓഡീഷന് പോകുന്നില്ല. നിങ്ങൾ പോകുന്നുണ്ടോടാ? എനിക്ക് കുറച്ച് വർക്കുണ്ടടാ, ഞാൻ പോകുന്നില്ല. സാം എല്ലാം നോക്കിക്കോളാന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. പിന്നെ റയാന ഉണ്ടല്ലോ. നീ പോന്നോടാ ജോയലെ? ഓ ഇല്ലടാ, എനിക്കിന്നൊരു മൂടില്ല. എടാ, ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ? ഞാനില്ല, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിനക്കിത് മടുക്കുന്നില്ലേടേ? എന്ത്? വേറെന്ത്, ഈ റെസ്റ്റ് എടുപ്പ് തന്നെ.
അതെന്തൊരു പറച്ചിലാടാ, എനിക്ക് ക്ഷീണം ഉള്ളോണ്ടല്ലേ. എങ്കിൽ പിന്നെ നീ പോയി റെസ്റ്റ് എടുത്തോ. നിങ്ങൾ വരുന്നോടാ? ഏയ് ഇല്ലടാ, ഞാൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാ. ഞാനും ഇല്ലടാ, ഞാൻ ലൈബ്രറിയിലോട്ടാ. എടാ ജോയലെ, നീ ഇനി ഒന്നും പറയണ്ട, നീ എന്റെ കൂടെ പോരെ. ഓ ആയിക്കോട്ടെ, എനിക്ക് നല്ല വിശപ്പ്, നമുക്ക് പോയി വല്ലതും കഴിക്കാം. മ്യൂസിക് ക്ലബിന്റെ ഓഡിഷൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടല്ലോടാ, പാട്ടൊക്കെ കേൾക്കുന്നല്ലേ. പുതിയ പിള്ളേരൊക്കെ തകർക്കുവാണല്ലോടാ. നമ്മൾക്ക് ഔട്ടാവൂടെ? കണ്ടറിയണം. ചുറ്റും ഞാനൊന്ന് നോക്കട്ടെ, മറ്റേ അവളുമാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നാലും ഇവിടെ അവളുമാരുടെ ധൈര്യം സമ്മതിക്കണം. നമുക്കെതിരെ അവളുമാർ പറഞ്ഞില്ലേ? ഷെടാ, നീ അവിടെ എന്തോ നോക്കി നിൽക്കുവാ? ഞാൻ പറയുന്നതല്ലോ നീ കേൾക്കുന്നുണ്ടോ? എടാ, നീ ആ പാട്ട് കേട്ടോ? ആ ബെസ്റ്റ്, നീ ഇവിടെ പാട്ടും കേട്ട് നിൽക്കുവായിരുന്നോ? ഞാൻ ഇത്രയും നേരം ഇത് ആരോടാ ഇത് സംസാരിച്ചേ? നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ഇതൊന്ന് കേട്ടോട്ടെ. വാർത്തകളെ ഒറിഞ്ചു പൊട്ടാൽ വിരള വെച്ച് അഴുത്തിയ കഴുത്തിലെ കൊളുത്തിയ വെപ്പമെന്നും പോകല. അടിപൊൻ പോലെ ചെവപ്പ് ഇല്ല, കണക്കാൽ കൂടെ കറുപ്പ് ഇല്ല. നീ തീണ്ടും ഇടം തെറ്റിക്കുമേ, ഇനി ബാക്കിയുടമ്പും ചെയ്യ വീണ്ടും ഭാഗ്യമേ. കുറുക്ക് സിരിത്തവളെ, എന്നെ കുങ്കുമത്തെ കഴിച്ചവളെ, നെഞ്ചിൽ മഞ്ചത്തെച്ച് കോണിക്കൈയിൽ എന്നെ കൊഞ്ചം പൂസത്തായേ. ഓ കൊലുസുക്ക് മണിയാക എന്നെ കൊഞ്ചം മാற்றത്തായേ. ഒരു കണ്ണിൽ നീർക്കസയാ, തണ്ട വഴിയൊസക്കസയാ. ഉന്നാലെ சில முறை இறக்கவும் சில முறை பிறக்கவும் ஆனது. அடாத்தோடு விழுந்ததுல அந்த ஆத்தோடு போவது போல் நெஞ்சு முன்னோடுதான் பின்னோடுதே. அடக்கால மறந்து காட்டு மரும போகிறதே. എന്റെ ആമി, എന്തൊരു പാട്ടായിരുന്നു മോളെ. ഞാൻ നിന്റെ ഫാനായി. ആമി, നീ പൊളിച്ച്. അടങ്ങിയിരിക്കും പിള്ളേരെ, എനിക്ക് എന്തോ പോലെ. ആമി, പാട്ട് നന്നായിരുന്നു കേട്ടോ. തന്റെ വോയിസ് ഒരു രക്ഷയില്ല. താങ്ക് യു. ആമി, ദേ ഈ കുട്ടിയുടെ പേരും ആമിന്നാ. ഞങ്ങൾ ഇപ്പൊ പരിചയപ്പെട്ടേ ഉള്ളൂ. മ്യൂസിക് ക്ലബില് നിനക്കൊരു കൂട്ടായില്ലേ. ഹായ് ആമി, ഏതാ തന്റെ ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാ, നിങ്ങളുടെ ക്ലാസ്സിനടുത്താ. ആമി, എന്റെ ആമിയെ നോക്കിക്കോണേ. നിങ്ങളുടെ ഈ ആമിക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. ആമി, ചിമ്മി, വേഗം വാ. ഒരു ഫൈനൽ പ്രാക്ടീസ് കൂടി നടത്തിയിട്ട് വേണം എനിക്ക് ഡാൻസ് ക്ലബിലോട്ട് പോവാൻ. കർത്താവേ, അത് ഞങ്ങൾ ഇനിയും കാണണോ? നിങ്ങളല്ലാതെ വേറെ ആര് കാണാനാ? വാ പിള്ളേരെ. നിന്ന് ചിണുങ്ങാതെ വാ പെണ്ണെ, പോവാം. ആമി, ഞങ്ങൾ പോവാണേ. ഓക്കേടാ, ബൈ. എടാ, ആ പാട്ട് എവിടുന്നാടാ? മ്യൂസിക് ക്ലബിൽ നിന്നായിരിക്കും, വേറെ എവിടുന്ന് വരാനാ ഇപ്പൊ പാട്ട്? ഇത്രയും നല്ല പാട്ട് കേട്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ലേടാ? പാട്ടിന്റെ ABCD അറിയാത്ത എന്നോടാണോടാ നീ ചോദിക്കുന്നത്? എന്തായാലും കേട്ടിട്ട് നന്നായി പാടിയെന്ന് തോന്നി. ആരായിരിക്കോടാ പാട്ട് പാടിയത്? അതറിയണമെങ്കിൽ പോയി നോക്കണം. പിന്നെ നീ എന്തോന്ന് നോക്കി നിൽക്കുവാ? വാ, നമുക്ക് പോയി നോക്കാം. എടാ, എനിക്ക് വിശക്കുന്നടാ. ഒന്നോ ആടാ, നമുക്ക് പോയി നോക്കിയിട്ട് നിനക്ക് ഞാൻ ഫുഡ് വാങ്ങിത്തരും, അതും എന്റെ ചെലവിൽ, പോരെ? അങ്ങനെയാണെങ്കിൽ വാ, നമുക്ക് പോയി നോക്കാം. ഡാ, നീ ആ പോകുന്നവളുമാരെ കണ്ടോ? അവളുമാരെ കണ്ടിട്ട് മറ്റേ അവളുമാരെ പോലെ ഉണ്ട്. നീ അതൊക്കെ വിട്, പെട്ടെന്നൊന്ന് വാ, അത് നമുക്ക് പിന്നെ നോക്കാം. ഓ, ദാ വരുന്ന്. ഓഡിഷന് വന്നങ്ങ് ഇരുന്നാ പോരായിരുന്നു, ഇത്രയും പാടുപെടണ്ടായിരുന്നല്ലോ. അതും മതിയായിരുന്നു. എന്താണ് മോനെ, സ്പാർക്ക് അടിച്ചോ? പോട ചെറുക്ക, ഒന്ന് വരുന്നുണ്ടോ? ദേടാ, റയാന നിൽക്കുന്നു, അവളോട് ചോദിക്ക്. റയാനെ, ചേട്ടായോ ഓഡീഷന് വരില്ലെന്ന് പറഞ്ഞിട്ട്? അങ്ങനെ തന്നെയാ അവനും വിചാരിച്ചത്, പക്ഷെ വരേണ്ടി വന്നു. അതെന്താ ചേട്ടായി അങ്ങനെ പറഞ്ഞേ? അവന് വട്ട്. പിന്നെ റയാന തൊട്ടു മുന്നേ പാടിയ കുട്ടി ഏതാ?
ആമീന ചേട്ടായി ആ കുട്ടിയുടെ പേര്. ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് അറിയില്ല, ലിസ്റ്റ് നോക്കിയാലേ അറിയൂ. എന്താ ചേട്ടായി ചോദിച്ചേ? വരുന്ന വഴി ആ കുട്ടിയുടെ പാട്ട് കേട്ട് നന്നായിരുന്നു, അതാ ചോദിച്ചേ. അത് ചേട്ടായി പറഞ്ഞ ശരിയാ, അവളുടെ കാര്യം തന്നെ ഞങ്ങളും സംസാരിച്ചോണ്ടിരുന്നേ. ആ ജോയലെ, നീ ഓഡീഷന് വന്നതാണോ? നീ വരില്ലാന്ന് പറഞ്ഞതോ? ഏയ് ഓഡീഷനായിട്ട് വന്നതല്ലടാ, ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയതാ. എടാ സമയ വൈകിട്ട് ക്ലബിൽ പോവാൻ നീ കാണില്ലേ? പിന്നെ ഇല്ലാതെ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാ പിന്നെ ഞാൻ ഫ്രീയാ. അപ്പൊ വൈകിട്ട് കാണാടാ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, അവിടെ വേറെ ആരുമില്ല. റയാന വാ, നമുക്ക് പോവാം. അപ്പൊ ശരിയടാ, ബൈ. ഓക്കേടാ. ഒന്ന് വാടാ ജോയിലേ, എനിക്ക് വിശക്കുന്നു. ഓ എന്റെ പൊന്നോ, ദാ വരുന്നു, വാ നമുക്ക് പോവാം. എടാ ജോ, ആമീന്നല്ലേ ആ കുട്ടി വിളിച്ചത്? ഇതായിരിക്കോടാ പാടിയ കുട്ടി? എനിക്ക് എങ്ങനെ അറിയാനാടാ, റയാന ആമീന്നെങ്ങാണ്ടല്ലേ പേര് പറഞ്ഞേ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും. അല്ല, നമ്മളെന്തിനാ തലപോയിക്കുന്നേ? നേരെ പോയി ആ കുട്ടിയോട് അങ്ങ് ചോദിച്ചാ പോരെ? ആ ശരിയാണല്ലോ, എങ്കി വാടാ പോയി ചോദിക്കാം. അവളെന്തിയേ? അവള് പോയെന്ന് തോന്നുന്നടാ. എന്തായാലും അവളെ കണ്ടാ അറിയാലോ, നമുക്ക് തപ്പിയെടുക്കാം. ഇപ്പൊ നീ വാ, നമുക്ക് പോവാം. ആടാ വാ പോവാം. നമ്മളിത് എവിടോട്ടാടി പോന്നേ? ക്യാൻറ്റീന്റെ അടുത്തൊരു ക്ലാസ് ഉണ്ടെടി, നമുക്ക് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം. അവിടെ ആകുമ്പോ ഒരു ഡിസ്റ്റർബൻസും കാണില്ല. അവിടെ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടോ? അത് നീ എങ്ങനെ കണ്ടുപിടിച്ചു? അത് പിന്നെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. എന്താടി മോളെ ഒരു ചിറ്റിക്കളി? സത്യം പറഞ്ഞോ, എന്താ കാര്യം? നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ജോ ചേട്ടായി ഡാൻസ് ക്ലബിലാണല്ലോ, അതിന്റെ അടുത്താണല്ലോ ഈ ക്ലാസ് റൂം. ഇനി അഥവാ ഓഡീഷനിൽ എങ്ങാനും ഞാൻ ഫെയിൽ ആവുകയാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഒളിഞ്ഞു നിന്ന് കാണാൻ പറ്റിയ സ്പോട്ട് അതാ ഞാൻ നോക്കി വെച്ചേ. കണ്ണടച്ച് പാല് കുടിക്കുന്നോടി കള്ളിപ്പൂച്ചി, സത്യം പറ, ഡാൻസ് പ്രാക്ടീസ് തന്നെയാണോ നിനക്ക് കാണണ്ടേ, അതോ ജോ ചേട്ടായിയോ? അതെന്ത് ചോദ്യമാ ചിമ്മി? ഡാൻസ് ക്ലബിലോട്ട് അവളെ അട്രാക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ അതല്ലേ, ടെസയുടെ സ്വന്തം ജോ ചേട്ടായി. എന്തായാലും മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ, ഈ ആമിയുണ്ട് കൂടെ. ഒന്ന് പിള്ളാരെ, എനിക്ക് നാണം വരുന്നു. അപ്പോ അതാണ് കാര്യം. അയ്യോടി, എന്റെ ഫോൺ കാണുന്നില്ല. നീ അവിടെ വെച്ച് ലിറിക്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? അപ്പൊ അവിടെ വെച്ച് മറന്നു കാണും. വാ നമുക്ക് പോയി നോക്കിട്ട് വരാം. ഞാൻ പോയി നോക്കിട്ട് വരാടി, നിങ്ങൾ ഇവിടെ നിക്കേ. ഞങ്ങളൂടി വരാടി. എന്തിനാടി അപ്പുറത്തോട്ട് പോന്നേന്? ഞാൻ അതും എടുത്ത് പെട്ടെന്ന് ഇനി വരാം. വേഗം വരണേടി, എനിക്ക് പ്രാക്ടീസ് ഉള്ളതാ. ശരി മേഡം, ദേ പോയി ദാ വന്നു. അവൾ എന്തായിരിക്കും വരാൻ താമസിക്കുന്നേ? ഓ, അവളുടെ ഒരു തിടുക്കം കണ്ടില്ലേ, കൊച്ചു കള്ളി. മക്കളെ വലിയ സന്തോഷത്തിലാണല്ലോ. ചേട്ടന്മാരോടുകൂടി പറ, ഞങ്ങളോടൊന്ന് ചിരിക്കട്ടെ. ഭർത്താവേ, ഇതുങ്ങളിത് എവിടുന്ന് വന്ന് കേറി? എന്തേ ചേട്ടന്മാരെ കണ്ട് പേടിച്ചോ? പേടിക്കണ്ടാട്ടോ, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നിടത്തോളം കാലം. എന്താണ് ഫെലിക്സേ, കൊച്ചുങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നു? ചേട്ടാ, ഞങ്ങൾ പൊയ്ക്കോട്ടെ പ്ലീസ്. എന്തോ? ചേട്ടൻ കേട്ടില്ല. രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഒരു ജീവനില്ലല്ലോ. കുറച്ച് കോൾഡ് കോഫി കുടിക്കുന്നു. എന്തുവാടാ ചോദിക്കാൻ? അജ്ജോടാ, കരയുന്നോ? എന്തേ, നോക്കും വേണോ കോഫി? ഡാ ഫെലിക്സേ, നിന്റെ കയ്യിലുണ്ടല്ലോ, അതിൽ കുറച്ചങ്ങ് അതിന് കൊടുത്തേരെ. എന്തിനാ അതിനെ ഇങ്ങനെ ഇട്ട് കരയിക്കുന്നേ? ചിമ്മി, ടെസ, ആഹാ, മോളിവിടെ ഉണ്ടായിരുന്നു. എത്ര ദിവസമായി കണ്ടിട്ട്. വാ, വേഗം വാ. ചിമ്മി, എന്ത് പറ്റി? എന്താ ഇവിടെ നടന്നേ? ആരാ ഇത് ചെയ്തേ? ആമി, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട ചിമ്മി, നിന്നോട് ഇത് ആരാ ചെയ്തേന്ന് പറ. എന്റെ പൊന്നാമി, നീ ഒന്ന് വാ. ടെസ, നീ പറ, എന്താ ഇവിടെ നടന്നേ? ആരാ ഇത് ചെയ്തേ? മോള് വലിയ കലിപ്പിലാണല്ലോ. എന്തിനാ മോൾ അവരോട് ചോദിച്ച സമയം കളയുന്നേ? ചേട്ടനോട് ചോദിക്കേ, ചേട്ടൻ പറഞ്ഞു തരില്ലേ? ഇങ്ങനെയൊക്കെ വായടച്ച് നിന്നൂടെ? അപ്പോ നിങ്ങളാണോ ഇത് ചെയ്തത്? ആണെങ്കിൽ നീ എന്താടി ഈ ചെയ്തത്? ആരോടാ നീ കളിക്കുന്നേന്നറിയാവോ? ആ, ശരിക്കും അറിയാം. പിന്നെ ഈ ചെയ്തത് ഇപ്പൊ നടന്ന പോലൊരു സീൻ ഇനി ഇവിടെ ഉണ്ടാകാതിരിക്കാനാണ്. അതൊക്കെ പറയാൻ നീ ആരാടി? കൂടുതൽ കിടന്ന് കളിക്കല്ലേ. അവളുമാർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെ നിനക്കെന്താ? ഞാൻ ആരാന്ന് നിനക്ക് ശരിക്കും അറിയില്ല. നീയൊക്കെ ആരായാലും എനിക്ക് ഒന്നുമില്ല. പിന്നെ ഈ കോളേജിൽ ഫസ്റ്റ് ഡേ വന്നപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ ഏറ്റവും വലിയ ഫീലിക്കളാണ് നിങ്ങൾ.
കുട്ടി നിന്നെ ഞാൻ ഒച്ച വെക്കണ്ട, സത്യം പറയുമ്പോ പൊള്ളും. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ളവരുടെ മെക്കിട്ട് കയറാൻ എല്ലാരെ കൊണ്ട് പറ്റും. അത് വലിയ ഹീറോയിസ് ആണെന്നൊന്നും ആരും വിചാരിക്കണ്ട. അമ്മി വേണ്ട, അമ്മി നിർത്ത്, വാ നമുക്ക് പോവാം. ശരിയാ അമ്മി, വാ നമുക്ക് പോവാം. ടെസ, ചിമ്മി, നിങ്ങളങ്ങോട്ട് മാറി നിന്നേ. എന്തിനാ നിങ്ങളൊക്കെ ഈ പേടിക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കുന്നോണ്ടല്ലേ ഇവന്മാര് തലേ കയറുന്നു. നീ എവിടോട്ടടി കേറി പോന്നേ? നിർത്തിക്കോ നീ. അല്ലേലും നിന്നെ പോലുള്ളവരോട് സംസാരിക്കാൻ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവർക്ക് നേരെ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായ പൊന്നാമി, നീ ഒന്ന് വാ. മതിയടി, വാ. ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് നീ കരുതണ്ട, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെയാണോ? അപ്പൊ ഞാനും റെഡി. നമുക്ക് ഇവിടെ വെച്ചങ്ങ് തുടങ്ങാം. ഇവളെ ഇന്ന് ഞാൻ ഫെലിക്സ് മതി. ആമി, നീ വന്നേ. അവളുമാർ ഇവിടെ കിടന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഫസ്റ്റ് ഡേ കണ്ട പിള്ളേരെ അല്ല, ഈ കോളേജിൽ ആരും നമ്മളോട് ഇന്ന് വരെ ഇതുപോലെ ബിഹേവ് ചെയ്തിട്ടില്ല. നീ എന്താടാ ഒന്നും മിണ്ടാതെ നിന്നത്? കലിപ്പിച്ച് നിൽക്കുന്ന ആമിക്കുട്ടിയെ കാണാൻ നല്ല ശീലം. അതല്ലേടാ ഫെലിക്സേ ഞാൻ അങ്ങ് നോക്കി നിന്നു പോയത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഗായ്സ്, ഇവിടെ നിൽക്കുന്ന എല്ലാരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. ആ പോയ ആമി അവളെ എനിക്കുള്ളതാ. ഇനി ആരെങ്കിലും അവളെ ശല്യം ചെയ്യാൻ പോയാൽ അറിയാലോ ഈ കായി ആരാണെന്ന്. എടാ, അപ്പൊ നിന്റെ റയാനെയോ?